ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു മന്ത്രവും ജപിക്കാതെ തന്നെ, ഒരു മന്ത്രവും വേണ്ട, ഒരു പൂജയും വേണ്ട, ഒരു മന്ത്രവും പൂജയും ഇല്ലാതെ തന്നെ നിങ്ങൾ കിടക്കുന്ന മുറിയിൽ ഞാനീ പറയുന്ന ഒരു കാര്യം വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുന്നോളം സമ്പത്തും ഐശ്വര്യവും എല്ലാം ജീവിതത്തിലേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്രത്യക്ഷമായി വലിയ സാമ്പത്തികം വരെ വന്നു ചേരാം. മാത്രമല്ല, ഇതൊരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം ഞാനിത് പറഞ്ഞുതരാൻ കാര്യം, നിങ്ങൾ ചെയ്തു നോക്കുക. വലിയ മുടക്കുള്ള കാര്യമൊന്നുമല്ല. ഞാനീ പറയുന്ന ഒരു കാര്യം ഉറങ്ങുന്ന മുറി വെച്ച് നോക്കണം. അതവിടെ ഇരിക്കട്ടെ, ഒരു 3 മാസം അവിടെ ഇരിക്കട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ സാമ്പത്തിക നില മാറും, സംശയം വേണ്ട. ഇത് നല്ലൊരു കാര്യമാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്, 1 രൂപ ചെലവില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ്. ആർക്കും എവിടെ ഇരുന്നും ചെയ്യാം. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകളുമുണ്ട്, മലയാളീസ്. ഇപ്പം എവിടെ ഇരുന്നുകൊണ്ട് വേണേൽ ചെയ്യാം. ചിലരിപ്പം വെളിയിലൊക്കെ ഉള്ളവരാണെ പറയും, അയ്യോ ഞങ്ങൾക്ക് അവിടെ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ കിടക്കുന്ന മുറിയിൽ 1 രൂപ ചെലവില്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് നിങ്ങളെല്ലാം ജീവിതം മാറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാനിത് പറഞ്ഞു തരാൻ ഒരു കാര്യമുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായി. ഭഗവാന്റെ മുന്നിൽ വെച്ചാണ് പറയുന്നത്. ഈ ഒരു വിദ്യ കൊണ്ട്, ഈ ഒരു പറയാൻ പോകുന്ന കാര്യം കൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടായി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത്. ഞാൻ അല്ലാത്ത കാര്യം പറയത്തില്ല. ഉറപ്പായിട്ടും ഇത് ശരിയായിട്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറ്റും, യാതൊരു സംശയവും വേണ്ട. ഇത് ഒരു മന്ത്രവും ജപിക്കേണ്ട, ഒരു പൂജയും വേണ്ട. ഈ കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് അപാരമായ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും, സാമ്പത്തിക നില തന്നെ മാറും. അങ്ങനെയുള്ള കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഞാനൊരു വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ചില കാര്യങ്ങൾ വിശദമാക്കേണ്ടത് കൊണ്ടാണ് വിശദമാക്കുന്നത്. കാരണം അത് അങ്ങനെ ചെയ്താലേ ബലം ഉണ്ടാകത്തുള്ളൂ. അത് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കണം ഏതാണേലും. അല്ല ചുമ്മാ അറ്റമൂലം കേട്ടിട്ട് ചെയ്യരുത്. നിങ്ങൾക്കൊരു പ്രയോജനം കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളും, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം. ഇത്രയും പറഞ്ഞിട്ടാണ് വർക്ക് എടുക്കത്തുള്ളൂ. എല്ലാം നല്ല കാര്യം പറയത്തുള്ളൂ. ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വിശദമായിട്ട് പറഞ്ഞുതരാം. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം ഇത് എന്ന് ചെയ്യുന്നു അന്ന് മുതൽ മാറാൻ പോവുകയാണ്. വിശ്വാസത്തോടു കൂടി ചെയ്യുക. എനിക്ക് വളരെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ കൂടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവേ നർപ്പവേ നർപ്പവേ. ഞാൻ വിശദമായി പറഞ്ഞുതരാം. അതായത് നിങ്ങൾ കിടക്കുന്ന മുറിയിൽ ഒരു വെള്ള പേപ്പർ എടുക്കുക. വെള്ള പേപ്പറിൽ ഞാനീ പറയുന്ന മന്ത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അത് ജപിക്കണമെന്നില്ല, പൂജയും വേണ്ട, ഒന്നും വേണ്ട. ക്ഷേത്രത്തിൽ ഒരു വഴിപാടും ചെയ്യാതെ തന്നെ ഈ പറയുന്ന കാര്യം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് വഴിപാട് ക്ഷേത്രത്തിലും ചെയ്യേണ്ട. നിങ്ങൾ മന്ത്രം ജപിക്കണമെന്ന് നിർബന്ധമില്ല, എഴുതി വെക്കുക ഈ പറയുന്നൊരു മന്ത്രം. ഇത് അത്ഭുതകരമായ ഒരു താളിയോല മന്ത്രമാണ് കേട്ടോ. ഇത് എഴുതി വെക്കുക. എഴുതി വെച്ച് ഞാൻ ആ മന്ത്രം ഒന്ന് ജപിക്കാം. എന്നിട്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടുക. അത് അതേപടി ജപിക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് അത് അതേപടി ജപിക്കുക. കാരണം അതങ്ങനെ ജപിച്ചപ്പോൾ നമുക്ക് ഒരു അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്താണ് പറഞ്ഞത്. അത് അതേപടി ജപിക്കണം. അപ്പം ഞാനത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനത് ജപിക്കാം. പിന്നെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതി ഇടാം. അപ്പം ഈ മന്ത്രം എഴുതി വെച്ചാൽ മതി. അതായത് വീടിൻ്റെ നിങ്ങൾ കിടക്കുന്ന മുറിയിൽ, നിങ്ങൾ കിടക്കുന്നതിൻ്റെ പടിഞ്ഞാറേ ഭിത്തിയിൽ ഇത് എഴുതി വെക്കണം. ഒരു ചെറിയ പേപ്പറിൽ ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. ഭിത്തി വൃത്തികേടാകാത്ത രീതിയിൽ നീല സ്കെച്ച് പേന കൊണ്ട് വലുപ്പത്തിൽ എഴുതണം. അപ്പം ഇത് നിങ്ങൾ അവിടെ ഇരുന്നോട്ട് ഒരു 3 മാസം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല നിങ്ങൾ പിന്നെ അത് ഫോളോ ചെയ്യേണ്ട. ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് ഒരു അനുഭവത്തെ അടിസ്ഥാനത്തിൽ ഞാനിത് പറഞ്ഞിരുന്നത്. ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാകും.
പിന്നെ നമ്മൾ അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തില്ല ഫലം ഉണ്ടാകത്തുമില്ല. അപ്പോൾ ശരിയായിട്ട് ചെയ്ത ഗുണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ മന്ത്രം ഞാൻ പറയാം. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാ അഷ്ടൈശ്വര്യ സമ്പത്ത് ആതിഥിയുത മഹാകുബേര മനകള സർവഭാഗ്യ സുദർശന ശംഖ് ചക്ര പത്മ ഗതായുധ ശ്രീ ലക്ഷ്മി നാരായണ ദേവ്യേ നമ. ഈ ഒരു അത്ഭുത മന്ത്രം ഇത് എഴുതി സ്കെച്ച് പേനയിൽ എഴുതി ഒരു പേപ്പറിൽ എഴുതി അല്പം വലുപ്പത്തിൽ നിങ്ങളിൽ കിടക്കുന്ന മുറിയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ ഒരു ഒരു ആയിട്ട് ഒട്ടിച്ച് ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെക്കുക. ഇത് നിങ്ങൾ അവിടെ ഇരുന്നോട്ട്. നിങ്ങൾ മന്ത്രം ജപിക്കണമെന്നില്ല. ഇനി വേണമെങ്കിൽ രാവിലെ ഒരു തവണ ഈ മന്ത്രം കുളി കഴിഞ്ഞ് കാണാൻ പഠിച്ചിട്ട് ജപിക്കാം. അത് നല്ലതാണ്. ജപിച്ചില്ലേലും കുഴപ്പമില്ല, അത് അവിടെ ഇരുന്നോട്ടെ. ജപിച്ചില്ലേലും ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. ഇനിയും ഒരു തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ജപിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞ് ഒരു തവണ ജപിക്കാം. പടിഞ്ഞാട്ട് തിരിഞ്ഞു വന്ന് ഈ മന്ത്രം ജപിക്കാം. അപ്പോൾ ഇനി അതല്ല, ഇത് എഴുതി അവിടെ കിടക്കുന്ന മുറി പടിഞ്ഞാറേ ഭിത്തിയിൽ അത് എഴുതിയ ഒരു പേപ്പറെ എഴുതി വെച്ചാൽ മാത്രം തന്നെ, അങ്ങനെ ചെയ്താൽ തന്നെ പോലും ഫലം ഉണ്ടാകും. ഇത് ജപിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മന്ത്രവും ജപിക്കാതെ പൂജയും ചെയ്യാതെ കുന്നോളം പണം വരുമെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിപ്പം ഒരു ഇതുപോലുള്ളൊരു അത്ഭുത മന്ത്രം ജീവിതത്തിലെ നമുക്ക് കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ്. മഹാഭാഗ്യം ഇതുപോലൊരു മന്ത്രം കിട്ടുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ജപിക്കണമെന്ന് തോന്നിയാൽ ജപിക്കുന്നതിലും തെറ്റില്ല. ഒരു തവണ വേണമെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞ് ജപിക്കാം, പടിഞ്ഞാട്ട് തിരിഞ്ഞു വന്ന്. ഇനി വൈകിട്ട് ജപിക്കണമെന്ന് തോന്നുന്നവർക്ക് വൈകിട്ടും പടിഞ്ഞാട്ട് തിരിഞ്ഞു വന്ന് സന്ധ്യയ്ക്ക് ജപിക്കാം. അത് കൈയും കാലും മുഖം കഴിയിട്ടാണേലും മതി, ഒരു തവണ ജപിച്ചാൽ മതി. അപ്പം അത് ജപിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ഇല്ലാത്തവരും ഇങ്ങനെ വെച്ചാൽ മതി. ജപിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇത് അവിടെ ഇരിക്കട്ടെ. ഈ ഒരു അത്ഭുത വരിക്ക് ചില ശക്തികളുണ്ട്. ഇത് നമുക്ക് അപ്രത്യക്ഷമായിട്ട് ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു ഉന്നമനം, ജീവിതത്തിൽ മാറ്റങ്ങൾ നൽകും. യാതൊരു സംശയം വേണ്ട. ഒരു അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണിത്. ഇത് ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പം ഇത് നമുക്ക് ആവശ്യമുള്ളവർ ചെയ്യുക. ഇത് അത്ഭുതകരമായ രീതിയിൽ സമ്പത്തിനെ ആകർഷിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇന്ന് വെച്ച് നാളെ ചിലർക്ക് അപ്പം തന്നെ അനുഭവം ഉണ്ടാകാം, അല്ലെ പിറ്റേ ദിവസം ഉണ്ടാകാം. പക്ഷേ ഓരോരുത്തരുടെ വിശ്വാസവും സമർപ്പണവും ഭക്തിയും പോലെ ഇരിക്കും അത് ഫലം ഉണ്ടാകുന്നത്. കൂടുതൽ സംശയങ്ങളുള്ളവർക്ക് അത് ഫലം കിട്ടാൻ താമസിക്കും. പക്ഷേ ആ ഒരു ഈശ്വര എന്നുള്ള ചിന്തയിൽ ഒരു നിഷ്കളങ്കമായ മനസ്സോടെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഫലങ്ങൾ കിട്ടും. അതൊക്കെ ഇത് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക, ആവശ്യമുള്ളവർ ചെയ്യുക. അപ്പം ഇത് നിങ്ങൾ അങ്ങനെ വെക്കുക, മുറിയിൽ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. ഇനി ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജപിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് രാവിലെ വൈകിട്ട് ഓരോ തവണ ജപിക്കുക നല്ലതാണ്. കാരണം ഇതുപോലുള്ള അത്ഭുത മന്ത്രമൊക്കെ കൈ കെട്ടിയിട്ട് നമ്മളൊന്നെങ്കിലും ജപിച്ചില്ലല്ലോ എന്നൊരു മനസ്സിലൊരു ഇതുണ്ടാകുമല്ലോ. കാരണം അത്ഭുതകരമായ മന്ത്രമാണ്. അപ്പോൾ ആഗ്രഹമുള്ളവർ ജപിക്കുക, അല്ലാത്തൊരു ജപിക്കേണ്ട. എഴുതി വെച്ചാൽ മാത്രം എഴുതി വെച്ചാലും മതി. ഏതായാലും എഴുതി വെക്കുക. പിന്നെ ആഗ്രഹമുള്ളവർ രാവിലെ വൈകിട്ടും ഒന്ന് ജപിക്കുക. ഇനി അല്ലാത്തവർ ജപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ കിടക്കുന്ന മുറിയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ വേണം ഇത് വെക്കാൻ. അപ്പോൾ ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. ഭിത്തി വൃത്തികേടാകുന്ന രീതിയിൽ ചെയ്യരുത്. ഒരു നീലമഷി വേണം, അല്പം വലിപ്പത്തിൽ വേണം ഇത് ചെയ്യാൻ. ഈ സമ്പത്ത് വരാൻ തടസ്സം, സമ്പത്തല്ലേ നിലനിൽക്കുന്നില്ല. ചിലർക്ക് ഈ വീട് പണിയൊക്കെ തടസ്സപ്പെടുന്നു. ചിലടത്ത് മംഗളകാര്യങ്ങൾ വീട്ടിൽ നടക്കുന്നില്ല. ഒരു വിവാഹമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മംഗളകാര്യമായിട്ട് ചില വീടുകളിൽ നടക്കാൻ തടസ്സമാണ്. പിന്നെ സന്താനങ്ങൾക്കൊരു ഉയർച്ചയില്ലാതെ വരിക. അതുപോലെ തന്നെ ഒരു വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകേണ്ട സമയത്തും അത് തടസ്സപ്പെട്ട് നിൽക്കുക. പിന്നെ വീട്ടിൽ എപ്പോഴും വഴക്ക്, ബഹളം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഗണപതിക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ വലിയ മാറ്റം വരും, പെട്ടെന്ന് മാറ്റം വരും. ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്. അതായത് ശനിദോഷത്തിനും രാഹുദോഷത്തിനും ഗണപതിയെ പിടിച്ചാൽ മതി. മാത്രമല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരികയാണ്. ഞാൻ ഗ്രഹനില പരിശോധിക്കുമ്പോൾ കേതുവിൻ്റെ സ്ഥിതി പരിശോധിക്കും. കേതുവിൻ്റെയും ശുക്രൻ്റെയും ഒക്കെ സ്ഥിതി പരിശോധിച്ച്
ഗണപതിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ ഹസ്തരേഖ സംഖ്യാദോഷമൊക്കെ വിശകലനം ചെയ്യുന്നവർക്ക് അറിയാം, അത് അവർക്കൊക്കെ പ്രയോജനപ്പെടാറുമുണ്ട്. കാരണം ഈ ഗണപതിക്ക്, അപ്പം ഇതിനെല്ലാം ഗണപതിക്കാണ് വഴിപാട് ചെയ്യേണ്ടത്. അതായത് രാഹുവിൻ്റെയും ശനിയുടെയും ചില ദോഷങ്ങളെ, അതുപോലെ കേതുവും ശുക്രൻ്റെയും ചില ഗ്രഹസ്ഥിതിയിലെ ചില നിൽക്കുന്ന സ്ഥിതി അനുസരിച്ച് ഗണപതിക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ കാര്യങ്ങളല്ല ഞാൻ പറയും, ഞാൻ ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ഏതായാലും പറയാം, നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കും ജീവിതത്തിൽ പല കാര്യം തടസ്സപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ഏതായാലും ചെയ്ത് നോക്കുന്നതിൽ വളരെ ലളിതമായ കാര്യം ഞാൻ പറയത്തുള്ളൂ. അതായത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ കിടക്കപ്പ ഇരുന്നു കൊണ്ട് ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം എന്ന് വാഗൊണ്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് കിടക്കപ്പ ഇരുന്നുകൊണ്ട് ഉരുവിടണം. ഉരുവിട്ടിട്ട് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞിട്ട് നന്ദിയും കൂടെ പറയണം. ഇത് തന്നെ നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ആ നിമിഷം മുതൽ ഒരു ചേഞ്ച് ഉണ്ടാകാൻ തുടങ്ങും. കാരണം ഈ ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം എന്നും മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ നട്ടലിലെ മൂലാധാരത്തിലെ ആണ് മാറ്റം ഉണ്ടാകുന്നത്. മൂലാധാര ചക്രാസിൽ മാറ്റം ഉണ്ടാകും. കാരണം മൂലാധാര ചക്രത്തിലെ ദേവതയാണ് വിനായകൻ. ഗണപതി എന്ന് ഇത് ചെയ്യുമ്പം ഗണപതി എന്ന് പറയേണ്ട വിനായകൻ എന്നേ പറയാവുള്ളൂ. അതുവരെ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുമ്പം വാഗൊണ്ടാ ജപിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്ന മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം എന്ന് കിടക്കപ്പ ഇരുന്നുകൊണ്ട് തന്നെ വടക്കോട്ട് തിരിഞ്ഞിരുന്നും ജപിക്കണം, പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നും ജപിക്കണം ആദ്യം, പിന്നെ വടക്കോട്ട് തിരിഞ്ഞിരുന്നും ജപിക്കണം. അപ്പോൾ നമ്മുടെ പാപങ്ങളില്ലാതാവും, നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനിയും നിങ്ങൾ കിടക്കപ്പായെന്ന് എഴുന്നേറ്റു. നമ്മൾ കിടക്കപ്പായിരുന്ന ചില പ്രാർത്ഥനകളൊക്കെ ഞാൻ പറയാറുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നവർ ചെയ്യുക. എന്നിട്ട് കിടക്കപ്പായി നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് കൈയും കാലും മുഖം നനയ്ക്കുക. എന്നിട്ട് മൊബൈൽ എടുത്തിട്ട് മൊബൈലിൽ നിങ്ങൾ ഒന്നുകിൽ വാൾപേപ്പറായിട്ട്, അല്ലെ നിങ്ങൾ പ്രത്യേക പെട്ടെന്ന് കാണുന്ന രീതിയിൽ ഗണപതിയുടെ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിടണം. അതൊന്ന് പെട്ടെന്ന് നോക്കണം. നോക്കിയിട്ട് നിങ്ങൾ ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം എന്ന് വാഗൊണ്ട് ജപിച്ചിട്ട് ഗണപതിയോട് എനിക്ക് സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും നൽകണേ ഭഗവാനെ, നന്ദി, വിനായകരെ എന്ന് വിളിക്കണം കേട്ടോ. വിനായകരെ, ഓം വിനായകായ നമ എന്ന് ജപിച്ചിട്ട് വിനായകരെ പ്രണാമം, എന്നിട്ട് വിനായകരെ നന്ദി അങ്ങനെ പറയണം. അതിന് പ്രത്യേക ശക്തിയുണ്ട് ഈ വിനായകരെ എന്ന് വിളിക്കുന്നതിന് കേട്ടോ. ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ റിസൾട്ട് കിട്ടാത്തതിൻ്റെ കാര്യം അത് ശരിയായ ഒരു മെത്തേഡിലല്ലാത്തത് കൊണ്ടാണ്. ചില ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് ശരിയായ ഒരു ഫലം കിട്ടുന്ന രീതിയാകും. അപ്പോൾ നമ്മൾ ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം എന്ന് പറഞ്ഞ് നമ്മുടെ ആവശ്യം പറഞ്ഞിട്ട് വിനായകരെ നന്ദി എന്ന് വാഗൊണ്ട് പറയുക. അപ്പം പിന്നെ നമ്മുടെ ആവശ്യം പറയുന്ന മനസ്സിൽ പറഞ്ഞാലും മതി, ബാക്കിയെല്ലാം വാഗൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഇത് എന്നിട്ട് വൈകിട്ട് കിടക്കാൻ നേരത്തും ഇതിന് ശുദ്ധി അശുദ്ധിയൊന്നുമില്ല. മൊബൈലിൽ ഇതുപോലെ ഒന്നുകിൽ വാൾപേപ്പറായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഗണപതിയുടെ ഫോട്ടോ എടുത്തിട്ട് വാഗൊണ്ട് ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം, എന്നിട്ട് മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം പറയാം. വീണ്ടും വാഗൊണ്ട് പറയുക വിനായകരെ നന്ദി എല്ലാത്തിനും എന്ന് പറയുക. എന്നിട്ട് കിടന്നുറങ്ങുക. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യാം. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെള്ളിയാഴ്ച ഗണപതിക്ക് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും. വെള്ളിയാഴ്ച ഗണപതിക്ക് കറുകമാല, ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം എന്ന് കയ്യിൽ പിടിച്ച് കറുകമാല പിടിച്ച് നിങ്ങളുടെ ആവശ്യം മനസ്സിൽ പറഞ്ഞിട്ട് വിനായകരെ പ്രണാമം എന്ന് പറഞ്ഞ് കറുകമാല ഗണപതിയുടെ പാദത്തിൽ വെക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് കണ്ട് നടക്കി വെക്കുക. എങ്ങനെ വെക്കണം? ഗണപതിയുടെ പാദത്തിൽ വെക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് നടയിൽ കറുകമാല വെക്കുക. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. വെള്ളിയാഴ്ചയും ഗണപതിയായിട്ട് ഒരുപാട് ചില കാര്യങ്ങളുണ്ട്. വെള്ളിയാഴ്ചകൾ ചെയ്താൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് തൊഴിൽ തടസ്സമാണെങ്കിൽ അത് മാറിക്കിട്ടും. ചിലടത്ത് വീട്ടിൽ സന്താനങ്ങൾക്ക് ഉയർച്ചയില്ലായ്മയാണ്, അത് മാറിക്കിട്ടും. ഒരു ലോണൊക്കെ കിട്ടാൻ തടസ്സമാണെങ്കിൽ അത് മാറിക്കിട്ടും. വിദേശവാസത്തിനുള്ള തടസ്സമാണെങ്കിൽ അത് മാറിക്കിട്ടും. വിദേശവാസത്തിനുള്ള തടസ്സമാണെങ്കിൽ മുക്കുറ്റിമാലയും കൂടെ ഇതിൻ്റെ കൂടെ വെക്കണം കേട്ടോ. മുക്കുറ്റിമാലയും കൂടി കറുകമാലയുടെ കൂടെ വെക്കണം. തൊഴിൽ തടസ്സമാണെങ്കിലും മുക്കുറ്റിമാലയും കൂടെ കറുകമാലയുടെ കൂടെ വെക്കണം. ഇത് ഈ വിവാഹ തടസ്സമാണെങ്കിലും കറുകമാലയുടെ കൂടെ മുക്കുറ്റിമാല വെക്കണം. ഇനി വീട്, ഭവനം, അതിൻ്റെ തടസ്സമാണെങ്കിലും കറുകമാലയുടെ കൂടെ മുക്കുറ്റിമാല വെക്കണം. ഇത്രയും കാര്യത്തിന് കറുകമാലയുടെ കൂടെ മുക്കുറ്റിമാലയും കൂടെ വെക്കണം. ഇനി ബാക്കിയുള്ള നമുക്കൊരു
ഒരു ലോൺ കിട്ടാൻ തടസ്സം, അല്ലെ ജോലി ഒരു ഉയർച്ചയ്ക്ക് തടസ്സം, അത് നമുക്ക് ഏതൊരു കാര്യത്തിനും തടസ്സം, വീട്ടിൽ നല്ല കാര്യങ്ങൾ ഒരു ഒരു എല്ലാ കാര്യങ്ങളും ഒരു അപൂർണമായിട്ട് പോകുന്നു, നല്ല ഒരു പലപ്പോഴും തടസ്സപ്പെടുന്നു, നമുക്ക് വലിയൊരു സാമ്പത്തിക ലാഭം വരാനുള്ള തടസ്സപ്പെട്ട് നിൽക്കുന്നു. ഇതിനെല്ലാം കറുകമാല മാത്രം വെച്ചാലും മതി. ഇനിയും ഈ കറുകമാല മാത്രം വെച്ചാലും ഫലം ഉണ്ടാകും കേട്ടോ, സംശയമൊന്നും വേണ്ട. മുക്കുറ്റിമാലയും കൂടെ വെക്കുന്നത് പെട്ടെന്ന് തടസ്സം മാറാൻ വേണ്ടിയാണ്. ചില ക്ഷേത്രങ്ങൾ ചെല്ലുമ്പോൾ ഇപ്പം മുക്കുറ്റിമാല ഇല്ല, കറുകമാലയേ ഉള്ളൂ, കറുകമാല മാത്രം വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അത് മനസ്സിന് ശങ്കയും സംശയമൊന്നും വേണ്ട. കറുകമാല തന്നെയാണെങ്കിലും ഫലം കിട്ടും, തടസ്സവും മാറും. മുക്കുറ്റിമാല ഉണ്ടെങ്കിൽ മുക്കുറ്റിമാലയും കൂടെ വെക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ അത് സംശയത്തിന്റെ കാര്യമില്ല. പ്രാർത്ഥിക്കുന്നത് ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം എന്ന് വാഗൊണ്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണത് മനസ്സിൽ പറഞ്ഞിട്ട് വീണ്ടും വാഗൊണ്ട് പറയണം വിനായകരെ നന്ദി എന്ന് പറയണം. അങ്ങനെ പറയുമ്പോഴാണ് അത് ശരിക്കും വർക്കൗട്ട് ആകുന്നത്. ചില മെത്തേഡുകളുണ്ട്, ആ രീതി ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. അമ്മമാർക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ഭയങ്കരമായ മാറ്റം വരും. ഇതൊരു ഒരു ഒരു വെള്ളിയാഴ്ച ചെയ്ത് തുടങ്ങണം, അല്ലെ വെള്ളിയാഴ്ചകൾ ചെയ്താലും മതി. ഒരു തട്ടം എടുക്കുക, ചെറിയൊരു പ്ലേറ്റ് എടുക്കുക, നമ്മൾ ഉപയോഗിക്കാത്ത പ്ലേറ്റ് ആയിരിക്കണം. ആ പ്ലേറ്റിൽ ഒരു ചെറിയ പൂള് തേങ്ങ, ഒരല്പം മതി, പേരിന് മതി, ചെറിയ പൂള് തേങ്ങ, ഒരു ഇച്ചിരി ശർക്കരയും കൂടെ വെച്ച് നെയ്യ് ഒഴിച്ച് കത്തിക്കുക. ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകണം. ഈ വീട്ടിലുള്ള എല്ലാവർക്കും വലിയ സാമ്പത്തിക ഉന്നതി, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുക, എല്ലാ കാര്യങ്ങളും ഉയർച്ച ഉണ്ടാകുക, സർവ്വ ഐശ്വര്യങ്ങളും നൽകണം. ഈ വീട്ടിലുള്ളവരെയും ഈ വീടിനെയും അനുഗ്രഹിക്കണേ, വിനായകരെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക, വീട്ടമ്മ ചെയ്യുക. ഇതെന്നും വേണമെങ്കിൽ രാവിലെ ചെയ്യുക, അല്ലെങ്കിൽ വെള്ളിയാഴ്ചകൾ മാത്രം രാവിലെ കുളിച്ച് ഇത് ചെയ്തിട്ട് ആഹാരം പാചകം ചെയ്യുക. ഇതൊക്കെ ഒരു 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 അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഇതൊന്നും വലിയ ചിലവുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, ലളിതമായ നല്ല കാര്യങ്ങളാണ്. അത്ഭുതകരമായ മാറ്റം ആ വീട്ടിൽ ഉണ്ടാകുന്നുള്ളതാണ്. ഇനിയും ഒരു രഹസ്യവിദ്യങ്ങളെ പറഞ്ഞു തന്നിട്ട് ഞാൻ നിർത്തുകയാണ്. ഇത് ലോകത്തിലെ ആര് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല, അങ്ങനെ ഒരു വിദ്യയാണ്. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ ഇത് ചെയ്യാം, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യാം. നിങ്ങളുടെ ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് നമശിവായ എന്ന് 3 തവണ ജപിക്കുക. നമശിവായ, നമശിവായ, നമശിവായ മനസ്സിൽ ജപിച്ചാൽ മതി. എന്നിട്ട് അപ്പം 2 മൂക്കും തുറന്നു പിടിക്കുക, അടയ്ക്കോ, ഒരു മൂക്കും അടച്ചു പിടിക്കണ്ട, 2 മൂക്കും തുറന്നു പിടിക്കുക. ശ്വാസം എടുക്കുക വിടുകയെല്ലാം സാധാരണ പോലെ തന്നെ ചെയ്യാം. ശ്വാസം എടുക്കുകയും വിടുകയെല്ലാം സാധാരണ പോലെ ചെയ്യാം. എന്നിട്ട് ഹൃദയത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഹൃദയത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് അവിടെ ഒരു മഞ്ഞ പ്രകാശം സങ്കല്പിക്കുക. അത് മഹാദേവനും പാർവതി ദേവിയാണെന്ന് വിചാരിക്കുക. അവരുടെ രൂപം ചിന്തിക്കേണ്ട. ഈ മഞ്ഞപ്രകാശം ശിവശക്തി സമന്വയിതമാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ക്ലീം 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 എന്ന് വാഗൊണ്ട് 3 തവണ ഉരുവിടുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അന്ന് വരെ നിങ്ങളെ കണ്ടിട്ട് മിണ്ടാത്തവരും മിണ്ടും. പരീക്ഷിച്ചു നോക്കൂ. പരീക്ഷിക്കാൻ ഞാൻ പറയത്തില്ല, എങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കൂ. ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിന് പെട്ടെന്ന് അതുകൊണ്ട് ഫലം കിട്ടാൻ വേണ്ടിയുള്ള ഒരു വിദ്യ, ഒരു രഹസ്യ വിദ്യ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിത് കേട്ടിട്ട് ചെയ്യുക, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കിയിട്ട് ചെയ്യുക. നിങ്ങളൊക്കെ മനസ്സിലാകുമോ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പം എനിക്കൊരു വീട് വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു വീട് വേണമെന്ന് ചിന്തിക്കുമ്പം എൻ്റെ മനസ്സിൽ ഒരു 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 ചിന്ത ഉണ്ടാകും. എടാ, ഞാനൊരു വലിയ വീട് സങ്കല്പം, 2ാം നില വലിയ ഒരു മാളിക പോലെയുള്ളൊരു വീട് എനിക്ക് വേണമെന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ അറിയാതെ തന്നെ ഒരു ചിന്ത ഉണ്ടാകും. എടാ, ഇത്രയും വലിയൊരു വീട്ടിൽ കഴിയാനുള്ള യോഗ്യത എനിക്കുണ്ടോ, അതിനുള്ള കഴിവ് എനിക്കുണ്ടോ എന്ന് മനസ്സിങ്ങനെ നിരന്തരം മനസ്സിലൊരു ചിന്ത നമ്മൾ അറിയാതെ പോലും ഉണ്ടാകും. അപ്പം എനിക്ക് അതിനുള്ള ഒരു കഴിവില്ല, അല്ലെ എനിക്ക് അതിനുള്ളൊരു യോഗ്യതയില്ല എന്ന് പലപ്പോഴും മനസ്സിൽ അറിയാതെ തന്നെയാണെങ്കിലും ചെറുതായിട്ട് തോന്നാൻ തുടങ്ങുമ്പം ഒരിക്കലും ആ വീട് നേടാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു വൈബ്രേഷൻ, അതായത് മനസ്സിൻ്റെ എല്ലാം ഒരു നമ്മുടെ ഉള്ളിലെ ചിന്തകളെല്ലാം ഒരു ഫ്രീക്വൻസിയാണ്, വൈബ്രേഷനാണ്. ആ ഒരു വൈബ്രേഷനിലേക്ക് എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ ഉയരത്തില്ല. ആ വീട് നേടാൻ വേണ്ട ഒരു വൈബ്രേഷനുണ്ട്, ഒരു ചിന്തയുടെ ഒരു പവറുണ്ട്. ആ ചിന്തയിലേക്ക് മനസ്സ് വരാത്തിടത്തോളം കാലം എനിക്കൊരിക്കലും അങ്ങനെ ഒരു വീട്
വാങ്ങുവാനോ അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കുവാനോ അവസരം ഉണ്ടാകണമെന്നില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു മന്ത്രം ജപിക്കുന്നു. ഈ മന്ത്രത്തിന് ഇപ്പൊ ശിവന്റെ ഒരു മന്ത്രം ജപിക്കുന്നു. അപ്പോൾ ആ ശിവന്റെ ആ മന്ത്രം ജപിക്കുമ്പോൾ അതിന് ഫലം കിട്ടേണ്ട ഒരു ചിന്തയുടെ ഒരു ശക്തിയുണ്ട്, അല്ലെ ഒരു മനസ്സിന്റെ ഒരു ശക്തിയുണ്ട്. ആ ഒരു ഫ്രീക്വൻസിയിലേക്ക്, ആ ഒരു പവറിലേക്ക് മനസ്സ് വരുമ്പോൾ മാത്രമേ ആ ശിവഭഗവാനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആ ദേവതയെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ദേവതയും ഞാനും ഒന്നാണ് എന്ന് സങ്കല്പിക്കുക. രഹസ്യവിദ്യ പറഞ്ഞു തരുന്നത്. ഇപ്പൊ മഹാലക്ഷ്മിയെ സങ്കല്പിക്കുന്നു, ഞാനും മഹാലക്ഷ്മിയും ഒന്നാണെന്ന് സങ്കല്പിച്ച് ആ നമ്മളുടെ ഞാനും മഹാലക്ഷ്മി ഒന്നാണ്, രണ്ടല്ല എന്ന് സങ്കല്പിച്ച് അല്പനേരം മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുക. ശിവനായിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, മഹാലക്ഷ്മി ആയിക്കോട്ടെ, ഏത് ദേവതയെയും ഇങ്ങനെ നിങ്ങൾ അല്പനേരം ഞാനും ആ ദേവതയും രണ്ടല്ല ഒന്നാണ് എന്ന ചിന്തയിൽ ഒരു ചിന്തയില്ലാതെ ഇരുന്നാൽ ആ ദേവതയുടെ വൈബ്രേഷനും അല്ലെ എനർജിയും നിങ്ങളുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവും. ഇത് 1000 കോടിക്കണക്കിന് മന്ത്രങ്ങൾ ജപിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ആ ദേവതയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ ഉപകരിക്കും. ചെയ്തു നോക്കിക്കോ. ഏത് ദേവതയെ ഇങ്ങനെ പ്രീതിപ്പെടുത്താം. ഞാനും ആ ദേവതയും രണ്ടല്ല. ഇപ്പം കൃഷ്ണനും ഞാനും രണ്ടല്ല ഒന്നാന്ന് മനസ്സിൽ ഉറപ്പിച്ച് അല്പനേരം വെറുതെ കണ്ണടച്ചിരിക്കുക, ഒരു ചിന്തയുമില്ലാതെ. ഒന്നാണ്, ഞാനും കൃഷ്ണനും ഒന്നാണ് എന്ന ചിന്തയിൽ. ഇത് ദിവസവും രാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് ചെയ്യുക. എന്ന് വെച്ചാൽ കുളിമുറിയിൽ നിന്ന് ചെയ്യുക എന്ന് പറയുമ്പോൾ കുളിമുറിയിലൊക്കെ കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറണം, ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണം. ഇത് കുളിമുറിയിലെ നെഗറ്റീവ് ബാധിക്കാതിരിക്കാനാണ്. അങ്ങനെ കുളിമുറിയിൽ നിന്ന് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തോ ഒക്കെ പലപ്പോഴായിട്ട് ഇത് ചെയ്യുക. ഇത് ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ, ഈ കുളിമുറിയിൽ നിന്ന് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മുടെ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിൽ ഒരു ഉണർവുണ്ടാവും. ആ ഉണർവുണ്ടാകുമ്പോൾ നമ്മൾ പ്രസന്റ് മൊമെന്റിലേക്ക്, നമ്മുടെ ശരീരത്തിൽ വെള്ളം വീഴുന്നു, നമുക്കൊരു ഉണർവാണ്. നമ്മൾ ആ നിമിഷത്തിലേക്ക് മനസ്സ് വരും. അതുകൊണ്ടാണ് ഈ കുളിച്ചാൽ ഉടനെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം കേട്ടോ. അതേ ഉള്ള അതിൻ്റെ അകത്തെ കാര്യം. ചിലർ ചോദിക്കും കുളിമുറിയിൽ നിന്ന് ചെയ്യാവും. നമ്മൾ ഇടത്തുകാല് വെച്ച് കയറുക കുളിമുറിയിലോട്ട്, ഇറങ്ങും വലതുകാല് വെച്ച് ഇറങ്ങുക. ഒരു നെഗറ്റീവ് ബാധിക്കത്തില്ല. കുളിമുറിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ പൂജാമുറിയിൽ നിന്ന് ചെയ്യാം, അല്ലെ വെറുതെ ഇരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. ഏത് ദേവത ചിന്തിക്കുന്ന ആ ദേവതയും ഞാനും ഒന്നാണ് എന്ന് സങ്കല്പിച്ച് ഒരു സംശയമില്ലാതെ ഉറച്ച് വിശ്വസിച്ച് അല്പനേരം കണ്ണടച്ചിരിക്കുക. ആ ദേവത ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇവിടെ മന്ത്രം വേണ്ട, ഒരു മന്ത്രം ഇല്ലാതെ തന്നെ, ആദ്യം പറഞ്ഞ വിദ്യ പോലെ തന്നെ ഒരു മന്ത്രം, ഒരു പൂജയില്ലാതെ ആ ദേവതയുടെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരും. ഇതും അങ്ങനെയുള്ളൊരു വിദ്യയാണ്. ആദ്യം പറഞ്ഞ വിദ്യ അങ്ങനെയാണ്, എഴുതി വെക്കുക കിടക്കുന്ന മുറിയിൽ. അതും അങ്ങനെ തന്നെ, ഒരു മന്ത്രവും പൂജയില്ലാതെ തന്നെ ആ ദേവതയുടെ അനുഗ്രഹം കിട്ടും. ഈ അവസാനം പറയുന്ന വിദ്യ അങ്ങനെ തന്നെയാണ്, ഒരു മന്ത്രവും ഒരു പൂജയില്ലാതെ തന്നെ ആ ദേവതയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും. ഇത് ആശ്ചര്യകരമായൊരു വിദ്യയാണ്, അത്ഭുതകരമായൊരു വിദ്യയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥ ദൈവികമായ ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനവും അറിവും രണ്ടും രണ്ടാ കേട്ടോ. അറിവും ജ്ഞാനവും രണ്ടും രണ്ടാ. ജ്ഞാനം അനുഭവമാണ്. അനുഭവത്തിലൂടെ ആർജിക്കുന്ന ആ ഒരു അനുഭവത്തിലൂടെ ആർജിക്കുന്ന ഒരു തിരിച്ചറിവാണ് ജ്ഞാനം. അറിവെന്ന് വെച്ചാൽ നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും, ഗുരുനാഥന്മാരിൽ നിന്ന് കിട്ടും, നമ്മൾ കേൾക്കുന്നത് കാണുന്നതൊക്കെ അറിവ്. അനുഭവത്തിലൂടെ കിട്ടുന്നതാണ് ജ്ഞാനം കേട്ടോ. ഇത് രണ്ടും രണ്ടാണ്. ഇവിടെ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, ഞാൻ ഒരുപാട് പല ജീവിതങ്ങളും കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അവർ ഇപ്പോൾ പഠിത്തം കഴിഞ്ഞാൽ, അല്ലെ പഠിക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത് ആ പഠിക്കുന്ന കാര്യത്തെക്കാൾ ഉപരി ഒരു വിവാഹം അല്ലെ ഒരു പ്രേമം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അത് മോശമാണെന്നല്ല പറഞ്ഞത്. ഇപ്പം പെൺകുട്ടിയാണേലും ആൺകുട്ടിയാണേലും ഇന്ന് ജീവിതത്തിൽ ഇപ്പം ഞാൻ എത്രയോ ആളുകളുടെ ഗ്രഹനില നോക്കുന്നു. ഈ സാമ്പത്തികവും വരുമാനവും നല്ലൊരു ജോലി ഇല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ജീവിതം അത്ര സുഖകരമല്ല. പലർക്കും പ്രേമിക്കുന്ന കാലവും ഒക്കെ നല്ലതായിരിക്കും, പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു ജോലി, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീക്ക് ആയിക്കോട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ ജീവിതം അത്ര സുഖകരമല്ല. ആ സ്നേഹമൊന്നും പിന്നെ കാണത്തില്ല. അപ്പം ഇത് ജീവിത പ്രാരാബ്ദങ്ങളിലേക്ക് വരുമ്പോൾ, ഞാനത് എത്രയോ ജീവിതങ്ങൾ കണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്.
അപ്പോൾ ഈ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർ പഠിക്കുന്ന സമയത്ത് പഠിക്കുക. തീർച്ചയായിട്ടും വിവാഹത്തിലേക്ക് വരേണ്ട സമയത്ത് വിവാഹം കഴിക്കുക തന്നെ വേണം. അതപ്പം മതി. പഠിക്കുന്ന സമയം അതേക്കുറിച്ച് ചിന്തിക്കേണ്ട, പഠിത്തം ഉഴപ്പരുത്. ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം. ഒരു ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ജോലി എന്നുള്ളതായിരിക്കണം. ചെറിയൊരു ജോലിയല്ല, നല്ലൊരു ജോലി. അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയ ഒരു ജോലി. ആ ജോലി എന്നുള്ളൊരു ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കുക തന്നെ വേണം. പക്ഷേ ഇവിടെ പലപ്പോഴും തിരിച്ചു ചെയ്യുമ്പോഴാണ് ഈ ജീവിതത്തിൽ ഈ താളപ്പിഴകൾ ഉണ്ടാകുന്നത്. കാരണം നിങ്ങൾക്കിപ്പം ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ വിവാഹത്തിൽ ഒരു പരാജയം പറ്റിയാലും പിടിച്ച് നിൽക്കാൻ പറ്റും. ആരും ഒന്നും തോൽപ്പിക്കാനില്ല. ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. അത് ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും. നമുക്കൊരു വരുമാനമില്ല, ഒരു വിലയില്ല. ആദ്യം നമുക്കൊരു നിൽക്കാനുള്ളൊരു ശേഷി, സാമ്പത്തികമായിട്ട് നിൽക്കാനുള്ളൊരു ശേഷിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് കഴിഞ്ഞുള്ള സ്നേഹവും പ്രേമവും ഒക്കെ അല്ലെങ്കിൽ വിവാഹവും ഒക്കെയാണ് ഏറ്റവും മനോഹരമാകുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെ തള്ളിക്കളയാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.